കർക്കിടക മാസം ഇങ്ങെത്തി. ഇനി നമ്മുടെ ദേഹരക്ഷയുടെ കാലമാണ്. ഇതിനായിട്ട് നമ്മുടെ വീട്ടിലെ നിത്യമുള്ള ചേരുവ കൊണ്ട് വളരെ ചിലവ് കുറഞ്ഞൊരു പാനീയം തയ്യാറാക്കാം. ഈ ഒരു പാനീയം തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഉലുവയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സിന്റെ എണ്ണം അനുസരിച്ച് ഉലുവയുടെ അളവും കൂട്ടാവുന്നതാണ്. 4 പേർക്ക് 3 ദിവസത്തേക്ക് 100 ഗ്രാം ഉലുവ മതിയാകും. ഇനി ഉലുവപ്പാല് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു രാത്രി മുഴുവനും വെള്ളത്തിൽ കുതിർത്തിയെടുത്ത ഉലുവ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി അരച്ചെടുത്ത ഉലുവ നമുക്ക് ആവശ്യമുള്ളതെടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാവുന്നതാണ്. അതിനുശേഷം മധുരത്തിന് ആവശ്യമായ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര നല്ല പോലെ ഒന്ന് ഉരുക്കി തിളച്ചു വന്നാൽ നമുക്കിതൊന്ന് അരിച്ചുകൂടി എടുക്കണം. ശേഷം ഒരു പാനടുപ്പിലേക്ക് വെച്ചിട്ട് അരമുറി നാളികേരം പിഴിഞ്ഞതിൽ നിന്നും 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 2ാം പാല് നല്ലതുപോലെ ഒന്ന് തിളച്ചു വരുമ്പോഴേക്കും അരച്ചെടുത്ത ഉലുവയും കൂടി ചേർത്ത് കട്ടകളില്ലാതെ ഒന്ന് ഉടച്ചതിന് ശേഷം ഉലുവ ചെറുതായിട്ടൊന്ന് വെന്തൊക്കെ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉരുക്കി അരിച്ചു വെച്ചിട്ടുള്ള ശർക്കര പാനി കൂടെ ഒഴിച്ച് വീണ്ടും നല്ല പോലെ ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനിയിപ്പോ കട്ടകൾ ഉടഞ്ഞു വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്കൊരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഉലുവ നല്ല പോലെ വെന്ത് കുറുകിയ പാകത്തിലേക്ക് ആയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് ചുക്കും ഏലക്കപ്പൊടി കൂടെ ചേർക്കാം. ശേഷം നമുക്കിതിലേക്ക് 1ാം പാല് കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ചെറു ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ശർക്കരയ്ക്ക് പകരമായിട്ട് ചക്കര ചേർക്കാം. അതുപോലെ ഇതിലേക്ക് ചേർക്കുന്ന തേങ്ങാപ്പാലിന്റെ അളവ് നിങ്ങളുടെ സാമ്പത്തികം അനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയും എന്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.